ഈ ഭാരതാംബ വിവാദത്തിന് ശേഷം ആദ്യമായി കൃഷിമന്ത്രി പി പ്രസാദും ഗവർണറും ഒരേ വേദിയിൽ നിന്ന് എത്തുകയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് ഇരുവരും എത്തുക. അപ്പൊ എന്ത് സംഭവിക്കും സജോ? കൈ കൊടുക്കുമോ, സംസാരിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കി കാണുന്നത്. എന്തായിരിക്കും സജോ? റോഷ്നി വെങ്കി, അതായത് ഈ ഭാരതാംബ വിവാദത്തിന്റെ തുടക്കം എന്നത് യഥാർത്ഥത്തിൽ കൃഷിമന്ത്രി പി പ്രസാദിലൂടെയാണ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്ഭവനിൽ കൃഷിവകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുന്നു. അതിൽ കൃഷിമന്ത്രി പ്രതിഷേധിക്കുന്നു. അത് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലും രാജ്ഭവനെ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ വിവാദം. CPM-ഉം CPI-യും അങ്ങനെ ഇടത് സംഘടനകൾ പൊതുവിലും പ്രതിപക്ഷ പാർട്ടികളടക്കം കോൺഗ്രസ് അടക്കമുള്ളവർ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തു. അതിൽ ഇടത് സംഘടനകൾ, പിന്നീട് മന്ത്രി ശിവൻകുട്ടി അടക്കം, അങ്ങനെ പൊതുവിൽ ആ വിവാദത്തിന്റെ എല്ലാം തുടക്കം കൃഷിവകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് ആണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനുശേഷം ആ വിവാദങ്ങൾ തുടക്കം കുറിച്ചു. അതങ്ങനെ കത്തിപ്പടരുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. അതിനുശേഷം ആദ്യമായി ഇന്ന് കൃഷിമന്ത്രി പി പ്രസാദും ഗവർണറും ഒന്നിച്ച് ഒരു പരിപാടിയിൽ എത്തുകയാണ്. തൃശ്ശൂരിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങാണ്. 1200ഓളം വിദ്യാർത്ഥികൾക്ക് ബിരുദദാനം നൽകുന്ന പരിപാടിയാണ്. മന്ത്രിക്കൊപ്പം, അതായത് മന്ത്രി പി പ്രസാദിനൊപ്പം റവന്യൂ മന്ത്രിയും കെ രാജനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വേദിയിൽ എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഗവർണറുടേത് ഭരണഘടനാ പദവിയാണ്. അതിനെ ആ നിലയിൽ തന്നെ കാണുന്നു. അതിനും അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വേദിയായി രാജ്ഭവൻ മാറാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് നിലപാടെന്നാണ് നേരത്തെ പി പ്രസാദും ഒപ്പം സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിവിധ മന്ത്രിമാരുമൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണഘടനാ പദവി എന്ന നിലയിൽ ആ ഗവർണർ സ്ഥാനത്തെ ആ നിലയ്ക്ക് മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിനും അപ്പുറത്തേക്ക് ഭരണഘടനയ്ക്ക് പുറത്തേക്കുള്ള വഴികൾ രാജ്ഭവനിൽ തെളിയുമ്പോഴാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് വിശദീകരിക്കാനാണ് മന്ത്രി ഉൾപ്പെടെ ശ്രമിച്ചത്. പക്ഷേ വേദിയിലെ ഇരുവരുടെയും പ്രതികരണം അടക്കം അത് തികച്ചും ഔദ്യോഗികമായ ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് കാണേണ്ടതെങ്കിൽ പോലും എന്താണ് സംഭവിക്കുക എന്നതൊക്കെ, അതിലും എന്തെങ്കിലും വിവാദങ്ങൾക്ക് സ്കോപ്പുണ്ടോ എന്നൊക്കെയുള്ള ആകാംക്ഷ യഥാർത്ഥത്തിലുണ്ട്.